നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം. എന്താണ് ഇപ്പോൾ ഇത് അവസ്ഥ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ വീണ്ടും പൊട്ടി. ഇന്നലെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വെസ്റ്റ് ഹാമിനോട് പരാജയപ്പെട്ടു. സൗഷിക്കും ബൗനുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. 2-0 തോൽവി. പ്രീമിയർ ലീഗ് പോയിൻ്റ് പട്ടികയിൽ ഒരു കാലത്ത് പ്രീമിയർ ലീഗ് അടക്കി ഭരിച്ചിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴുള്ളത് 16ാം സ്ഥാനത്ത്. 20 ടീമുകൾ കളിക്കുന്ന പ്രീമിയർ ലീഗിൽ 16ാം സ്ഥാനത്ത്. 36 കളികളിൽ 17 തോറ്റൊരവസ്ഥ. ഇത്രയും മോശം അവസ്ഥയിൽ യുണൈറ്റഡിനെ ഒരിക്കലും കണ്ടിട്ടില്ല. ശരിയാണ്, യൂറോപ്പ ലീഗിൽ ഫൈനലെത്തിയിട്ടുണ്ട്, അതിലാണ് കോൺസെൻട്രേഷൻ ഇപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ ആരാധകരുണ്ടാവും. ശരി, സമ്മതിച്ചു. പക്ഷേ കോച്ച് അങ്ങനെയല്ല പറയുന്നത്. കോച്ച് പറയുന്നു പ്രീമിയർ ലീഗ് പോയിൻ്റ് പട്ടിക കാണുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നുണ്ട്. യൂറോപ്പ ലീഗ് നേടുക എന്നുള്ളത് കൊണ്ടായില്ല, അതിനും അപ്പുറത്തേക്കാണ് യുണൈറ്റഡിലെ പ്രശ്നങ്ങളെന്ന് റൂബൻ അമോറിം തന്നെ ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ഫബ്രിസിയോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് തീർച്ചയായിട്ടും ഒരു നാണക്കേടാണ് തോന്നുന്നത് പ്രീമിയർ ലീഗ് പോയിൻ്റ് പട്ടികയിലേക്ക് നോക്കുമ്പോൾ. ഇതിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ ലീഗ് വിജയിച്ചു എന്നുള്ളതിലല്ല കാര്യം, അതിൽ കാര്യമില്ല. കാരണം ടീമിൻ്റെ പ്രോബ്ലം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. പ്ലെയേഴ്സിൻ്റെ പ്രശ്നമല്ല ഞാൻ സംസാരിക്കുന്നത്, എന്നെക്കൂടി കുറിച്ചാണ്. ഈ ക്ലബിൻ്റെ കൾച്ചർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറിയേ പറ്റൂ. കൂടുതൽ സ്ട്രോങ് ആയി അടുത്ത സമ്മറിൽ കാര്യങ്ങൾ മാറ്റണം. ബ്രേവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. ഇഫ് ദ ഫീലിംഗ് ഈസ് സ്റ്റിൽ ഹിയർ വി ഷുഡ് ഗീവ് സ്പേസ് ടു ഡിഫറെൻറ്റ് പേഴ്സൺസ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. എന്തായാലും എന്ത് സംഭവിക്കും വരുന്ന സീസണിൽ എന്നുള്ളത് കണ്ടറിയണം. ഈ സീസണിലെ യുണൈറ്റഡിൻ്റെ പ്രകടനം പരിതാപകരമാണ്. ഇപ്പോൾ ഇന്നലത്തെ റിസൾട്ടുകൾ കൂടി നോക്കുമ്പോൾ ഓൾറെഡി പ്രീമിയർ ലീഗിൽ കിരീടം ലിവർപൂൾ കൊണ്ടുപോയത് കൊണ്ട് അത്ര ഒരു വലിയ ആവേശം പലർക്കും ഉണ്ടാവില്ല. പക്ഷേ ഇന്നലത്തെ റിസൾട്ടുകൾ കൂടി നോക്കുമ്പോൾ ന്യൂകാസിൽ ചെൽസിയെ 2-0 പൊട്ടിച്ചു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ലെസ്റ്റർ സിറ്റിയും തമ്മിൽ 2-2 സമനില. ക്രിസ്റ്റൽ പാലസ് ടോട്ടനം മറ്റൊരു യുണൈറ്റഡിൻ്റെ അവസ്ഥയിലാണ്, 2-0 തോൽപ്പിച്ചു. ആഴ്സണലും ലിവർപൂളും 2-2 സമനില. അപ്പോൾ പ്രീമിയർ ലീഗിൽ ആ ടോപ്പ് 5 വേണ്ടി, ടോപ്പ് 5 ഒരുമിച്ച് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് നേരിട്ട് യോഗ്യതയുണ്ട്. ആ പോരാട്ടം കനക്കുകയാണെന്ന് പറയേണ്ടി വരും. 83 പോയിൻറ്റുമായിട്ട് ലിവർപൂൾ ചാമ്പ്യന്മാരായി. അടുത്ത UCL ഉണ്ടാകും. ആഴ്സണലിന് 68 പോയിൻറ്റ്, ന്യൂകാസിൽ 66 പോയിൻറ്റ്, സിറ്റി 65 പോയിൻറ്റ്, ചെൽസി 63 പോയിൻറ്റ്, ആസ്റ്റൺ വില്ല 63 പോയിൻറ്റ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 62 പോയിൻറ്റ്. സോ ഈ ടീമുകളൊക്കെ കനത്ത പോരാട്ടത്തിലാണ്. വരും മത്സരങ്ങളിൽ എന്തും സംഭവിക്കാം. പ്രീമിയർ ലീഗിലെ UCL സ്പോട്ടിനായിട്ടുള്ള പോരാട്ടം കനക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.